ഹലോ സുഹൃത്തുക്കളെ, നിറക്കൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ന്യൂ ജനറേഷൻ മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂ ജനറേഷൻ മാതാപിതാക്കളോടും ഹെഡിങ് ഞാൻ എടുത്തു പറയുകയാണ്. പാഠപുസ്തകത്തിലെ അറിവുകൾ മാത്രം പോരാ ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കേണ്ടത്. പാഠപുസ്തകത്തിൽ മാത്രം പഠിപ്പിച്ചാൽ പോരാ, ജീവിതത്തിലെ പാഠങ്ങൾ കൂടി പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഉന്നത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞതിനൊക്കെയും എങ്ങും എത്താതെ വരുമ്പോൾ അവർ നിരാശയിലോട്ടും ആത്മഹത്യയിലോട്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് അവരെ പ്രാപ്തരാക്കേണ്ടത് മാതാപിതാക്കളാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഒരു താഴ്ന്ന ജോലി ചെയ്താൽ ഒരു അഭിമാന പ്രശ്നം അവർക്ക് വരുന്നുണ്ട്. ഏത് ജോലിയും അതിൻ്റേതായ മാന്യത ഉണ്ടെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ പഠിപ്പിക്കണം. പിന്നെ ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ മിക്ക കുടുംബങ്ങളിലും കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും അവർ ന്യൂ ട്രെൻഡ് വഴി അവർ നല്ല മെച്ചപ്പെട്ട രീതിയിൽ വളർന്നു വരുന്ന കുടുംബമാണ്. പക്ഷേ ആ കുടുംബങ്ങളിൽ സ്നേഹബന്ധങ്ങൾക്ക് വിള്ളൽ വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് പറയുമ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടമായെന്ന് വരത്തില്ലേ, എന്നാലും സമ്മതിക്കാതെ തരമില്ല. അത് സ്നേഹബന്ധങ്ങൾക്ക് ഒരു വിലയില്ല ഉള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാര്യം അവർ പണത്തിനെ മാത്രം ഫോക്കസ് ചെയ്താണ് കുട്ടികളെ വളർത്തുന്നത്. എങ്ങനെയും പണമുണ്ടാക്കണം, കുറച്ച് പണമുണ്ടാക്കണം, വലിയ നിലയിലെത്തണം എന്ന് മാത്രമാണ് മാതാപിതാക്കളുടെ ലക്ഷ്യം. അവിടെ സ്നേഹം പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് അവരുടെ ധാരണ. സ്നേഹം, ദയ, ബഹുമാനം ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളിൽ കാണുന്നില്ല. കാര്യം പഴയ തലമുറ വെറും വേസ്റ്റാന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോഴത്തെ തലമുറയിൽ കണ്ടുവരുന്നത്. കാര്യം അമ്മ, ചിറ്റമ്മ, ഇളയമ്മ ഇവരൊക്കെ വെറും വേസ്റ്റാണ്. ഒരു പഴയ ചിന്താഗതിയാണ്. അവർ ന്യൂ ജനറേഷനോട്ട് ആക്കാൻ അവർ നോക്കുന്നു. പക്ഷേ ബന്ധങ്ങളുടെ മൂല്യം അവരിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിന് മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹം, ദയ ഇതെല്ലാം പറഞ്ഞ് കുഞ്ഞിലെ പഠിപ്പിക്കുകയാണ് വേണ്ടുന്നത്. അല്ലാതെ അവരെ മാത്രം പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. ഇത് ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സംഭാഷണം നിർത്തുന്നു. നന്ദി, നമസ്കാരം.